VMTVയുടെ ഇഞ്ചോടിഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കേൾക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുകയും എന്നാൽ ചിന്തിക്കുമ്പോൾ തല പുകഞ്ഞു പോകുന്നതുമായ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും ക്വസ്റ്റ്യൻസ് അല്ല, കുസൃതി ചോദ്യങ്ങളാണ്. ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കുന്നവയാണ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. VMTV ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളുടെ ആരാണെന്ന് അറിയാൻ വയ്യ, നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, എവിടെ നിന്ന് വരുന്നു കുട്ടിയാ? പത്തനംതിട്ട പന്തളം. ഓക്കെ, എന്താ പേര്? അമൽ. കാശിനാഥ്. ഷഹദ്. അല്ലമി. റിസ്വാൻ. ആദിത്യൻബി. വിവേക്. കാർത്തിക്. അബി. ഷിനു. അല്ലു. കാർത്തിക്. ആഷിഖ്. ജാഫേദ്. ഹരി. അഭിജിത്ത്. അഭിമന്യു. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അറിയോ കുസൃതി ചോദ്യങ്ങളൊക്കെ? അറിയാമെന്നോ അറിയത്തില്ലെന്നോ പറയാം? അറിയാം. അപ്പോൾ 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയി. ക്ലൂസ് ഒക്കെ ഇഷ്ടം പോലെ തരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും കേട്ടുള്ള ക്വസ്റ്റ്യനാണ്. അകവുമില്ല, പുറവുമില്ല, നെട്ടുമില്ല, വട്ടത്തിലാണ്. എന്താണ്? പപ്പടം. ആരാ പറഞ്ഞേ? പണ്ടത്തെ നെട്ടില്ല വട്ടയിലേനെ ഞാൻ ഇങ്ങനെ അങ്ങ് ആക്കിയതാണ്, പക്ഷെ ആൻസർ കിട്ടി. പപ്പടം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അഭിമാനിക്കൂ. എന്താ? ഓക്കെ, ശ്രീഹരിയാണ് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുപ്പിലിട്ടാൽ പൊട്ടുന്നവനെ വെള്ളം. ഓക്കെ, ഒരു പോയിന്റ് കൂടെ കിട്ടി. മോന്റെ പേരെന്തായിരുന്നു? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അമ്മ പുറത്തും മക്കളകത്തും. എന്താണ്? ഒച്ചല്ല. ആമല്ല. പണ്ട് നമ്മള് കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അമ്മ പുറത്ത് മക്കളകത്ത്. ആരാ തീപ്പെട്ടി പറഞ്ഞേ? എന്ത് പറയാൻ കാര്യം? മക്കളകത്തും. അതും കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് അതിനും ആൻസർ കൊടുക്കാം. ഓക്കെ, അപ്പൊ തീപ്പെട്ടി കറക്റ്റ് ആൻസർ ആണ്. അതുപോലെ തപാൽ പെട്ടി ഇല്ലേ? തപാൽ പെട്ടി, പോസ്റ്റ് ബോക്സ്, ലെറ്റർ ബോക്സ്. യെസ്, അതും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തീപ്പെട്ടിക്ക് ഒരു മാർക്ക് കിട്ടി. തീപ്പെട്ടിയാ മോന്റെ പേരെന്താ? തീപ്പെട്ടിക്ക് ഒരു മാർക്ക് കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന പളുങ്കു പത്തായം എന്താണ്? ഡോറല്ല. പളുങ്കു പത്തായം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു. എന്റെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും. വെളിയിൽ ആൻസർ വന്നാലും ഇവിടെ പറയുന്നവർക്ക് പോയിന്റ് ഉണ്ട്. ആൻസർ പറഞ്ഞ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടിയിൽ വട്ടക്കിണ്ണം, മേലെ പച്ച പന്തൽ. എന്താണ്? നമ്മൾ അവിച്ചൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ്. ചീനിയല്ല. അടിയിൽ വട്ടക്കിണ്ണം, മീതെ പച്ച പന്തൽ. അപ്പൊ 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു ഒരാൾ മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അമ്മയ്ക്ക് വാലില്ല, തലയില്ല, വായ ഉണ്ട്. ഓക്കെ, തീപ്പെട്ടി. ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ നേരത്തെ? അവൻ നേരത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞു. നേരത്തെ പറഞ്ഞത് ഇപ്പോഴും ആൻസർ പറഞ്ഞു. ക്വസ്റ്റ്യൻ കേട്ട ശേഷം പറഞ്ഞാൽ പോരായിരുന്നു. ഓക്കെ, എന്നാലും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. അമ്മയ്ക്ക് വാലില്ല, തലയില്ല, വായ ഉണ്ട്. മകൾക്ക് വാലുണ്ട്, തലയുണ്ട്, എന്ന വായയില്ല. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, തീപ്പെട്ടി കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അസ്ഥിയില്ല, തലയില്ല, കൈക്കൊന്നും വിരലില്ല, അന്യന്റെ പാദം കൊണ്ട് നടക്കുന്നു, എന്നാലും മനുഷ്യനെ വിഴുങ്ങുന്നു. എന്താണ്? പാമ്പല്ല. നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നവൻ ഇത് അറിയത്തില്ല, വാങ്ങുന്നവൻ ഇത് ഉപയോഗിക്കുകയില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് ഉപയോഗിക്കുന്നവൻ ഇത് അറിയത്തില്ല. ഡ്രസ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോ അറിയുമല്ലോ.
അല്ല. ജീവിതത്തിന്റെ അവസാന കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ജീവിതത്തിന്റെ ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ആകാശത്ത് തേരോടുന്നു, തേരാളി ഭൂമിയിൽ നിൽക്കുന്നു. പട്ടം പറത്തുന്നത്. ആൻസർ പറഞ്ഞത് വേറെ ആര് പറഞ്ഞു? എന്നെ പറ്റിക്കണ്ട, ഞാൻ അതിനു വേണ്ടിയാ ചോദിച്ചത്. നമ്മുടെ കള്ള എന്താ പേര്? അല്ലു. കൊച്ചു കള്ളൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1000 കുഞ്ഞിന് ഒരു അരഞ്ഞാണം എന്താണ്? ഇനി ആ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളേ. ഇതിന് ആരെങ്കിലും ആൻസർ പറയുമെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞവർ ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുമെങ്കിൽ ഇതേ മോൻ്റെ കൂടെ മത്സരിക്കാം, അല്ലെങ്കിൽ അവന് ഇനി കിട്ടും സമ്മാനം. ഓക്കെ, ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണേ. ആന കയറാമല്ല, ആട് കയറാമല്ല, 1000 കാന്താരി പൂത്ത്. അവൻ പോയി. മോന്റെ പേരെന്തായിരുന്നു? അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ആരാ? ഉറക്കെ ഒരുമിച്ച് പറയൂ. ഓക്കെ, അമലിന് VMTVയുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകാം. ഒരു സമ്മാനത്തിന് എന്തായാലും ഇത്രയും കൈകൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് എന്തായാലും വളരെ വെറൈറ്റി ആയിരുന്നു. ഈ കുട്ടികളൊക്കെ എന്നെ സത്യം പറഞ്ഞാൽ നിന്ന് മര്യാദയ്ക്ക് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പോലും പറ്റിയില്ല. ആ വിധത്തിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും ആൻസറൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ആൻസർ ഒരുപാട് പേരിൽ നിന്ന് കിട്ടി. പക്ഷേ അതിൽ അമൽ എന്ന് പറയുന്ന കുട്ടിയാണ് 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് വിജയിച്ചത്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതും കൂടി കമൻറ്റ് വഴി അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.